ആ ഒരു മെഷീനിലുള്ള എല്ലാ ഫയൽസും ഇവിടെ ഡിസ്പ്ലേ ആയി വരും. സോ അതായത് അറ്റാക്കർ ഇൻജെക്റ്റ് ചെയ്ത കമാൻഡ്സിൻ്റെ ഔട്ട്പുട്ട് എവിടെ വന്നു? അവർ ഇൻപുട്ട് കൊടുത്ത അതേ പ്ലേസിൽ തന്നെ ആ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഹേ എവരിവൺ, ഞാൻ മനു. ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഈ വീഡിയോ എൻ്റെ വെബ് ആപ്ലിക്കേഷൻ പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന പ്ലേലിസ്റ്റിലെ ലേറ്റസ്റ്റ് വീഡിയോയാണ്. പ്രീവിയസ്ലി നമ്മൾ എങ്ങനെ ബ്രൂട്ട് ഫോഴ്സിംഗ് അറ്റാക്ക്, അതായത് ഒരു പാസ്വേഡിന് നേരെയുള്ള അറ്റാക്കാണ് ബ്രൂട്ട് ഫോഴ്സിംഗ് അറ്റാക്ക്. ഈ അറ്റാക്ക് എങ്ങനെ OWASP എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മാനുവലി ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു അറ്റാക്കാണ്, കമാൻഡ് ഇൻജക്ഷൻ. സോ നമ്മൾ ഉപയോഗിക്കുന്നത് DBW എന്ന വൾനറബിൾ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ കമാൻഡ് ഇൻജക്ഷൻ ചെയ്യാമെന്ന് പഠിക്കും. എന്നാൽ അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് കമാൻഡ് ഇൻജക്ഷൻ എന്ന് മനസ്സിലാക്കണം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങളിപ്പോൾ ഒരു വൾനറബിലിറ്റി ഫൈൻഡിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫോൾസ് അലാറം കിട്ടും. എന്നാൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ വൾനറബിലിറ്റി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സെഷനിൽ ചെയ്യാൻ പോകുന്നത് എന്താണ് കമാൻഡ് ഇൻജക്ഷൻ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. സോ ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കമാൻഡ് ഇൻജക്ഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് സമയത്ത് ഇത് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ തിയറി സെഷനിലോട്ട് കിടക്കാം. പിന്നീട് നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കമാൻഡ് ഇൻജക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ കമാൻഡ് ഇൻജക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഇൻജക്ഷൻ അറ്റാക്ക്. സോ എന്താണ് ഇൻജക്ഷൻ അറ്റാക്ക് എന്ന് നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവും. ഇൻജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്. അതെ, നമുക്ക് അസുഖമൊക്കെ വരുമ്പോൾ ഇൻജക്ഷൻ കിട്ടുന്നത്. സോ ഈ ഒരു ഇൻജക്ഷനിൽ ഫോഴ്സ്ഫുള്ളി സംതിങ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഒരു പക്ഷേ മെഡിസിൻ ആവാം, അല്ലേ? സോ ഈ ഒരു കേസിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി സംതിങ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലൊരു കേസ് നമ്മളുടെ വെബ് ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിലോ ഉണ്ടാവാം. അതായത് ഇൻജക്ഷൻ എന്ന് പറയുന്ന അറ്റാക്ക്. ഈ ഇൻജക്ഷൻ അറ്റാക്കിന് ഡിഫറെൻറ്റ് സബ് കാറ്റഗറീസ് ഉണ്ട്. അതായത് ഒന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള SQL ഇൻജക്ഷനാണ്. മറ്റൊന്ന് കമാൻഡ് ഇൻജക്ഷനാണ്. പിന്നീട് വരുന്നത് XSS, അതായത് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നൊരു അറ്റാക്കാണ്. സോ ഇതേപോലെ പലതരത്തിലുള്ള അറ്റാക്കുകളുണ്ട്. ഇതാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില അറ്റാക്സ്. സോ ഈ പറയുന്ന ഇൻജക്ഷൻ അറ്റാക്കിൽ വരുന്ന ഒരു അറ്റാക്കാണ് കമാൻഡ് ഇൻജക്ഷൻ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും ഇതേ കമാൻഡ് ഇൻജക്ഷനെ കുറിച്ചാണ്. ഇനിയും വരുന്ന അപ്കമിങ് സെഷനിലെല്ലാം നമ്മൾ ഈ പറയുന്ന എല്ലാ വൾനറബിലിറ്റീസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അറ്റ് ഫസ്റ്റ് ഇവിടെ നമുക്കിപ്പോൾ കമാൻഡ് ഇൻജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ക്രിട്ടിക്കൽ സെക്യൂരിറ്റി വൾനറബിലിറ്റി ദാറ്റ് ഒക്കേഴ്സ് വെൻ an application passes unsafe user supplied data to a system shell. സോ ഈ ഒരു കേസിൽ ഞാനൊരു എക്സാമ്പിൾ ബേസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു സെർച്ച് ബാർ ഉണ്ട്. ഓക്കെ, ഈ സെർച്ച് ബാറിൽ നമ്മുടെ ഇൻപുട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ വേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷൂസാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഷൂസ് എന്നുള്ളൊരു വാക്ക് ഇവിടെ എൻ്റർ ചെയ്യുമ്പോഴത്തേന് സോ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിൽ ഈ ഡാറ്റ അല്ലെങ്കിൽ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ ഡാറ്റാ ബേസിലേക്ക് വിടുന്നുണ്ട്. സോ ഇവിടെ ഷൂവിനെ റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഇൻപുട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റാസ് ഉണ്ടോ അതെല്ലാം കൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. സോ നമുക്കിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത വാല്യൂ അല്ലെങ്കിൽ പേരൊക്കെ അനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. സോ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ആ ഡാറ്റാബേസിൽ പോയി ആ ഒരു ഡാറ്റ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടി. ഇതാണ് ഈ പറയുന്ന ഇൻപുട്ട് ഫീൽഡിൻ്റെ യൂസേജ്. എന്നാൽ ചില കേസുകളിൽ നമുക്ക് ഈ പറയുന്ന ഇൻപുട്ട് ഫീൽഡ് ഇതൊരു പ്രോബ്ലം ഉണ്ടാകും. സോ നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ഒരു പക്ഷേ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ നമുക്ക് യൂസർ നെയിം മാൻഡറ്ററി ആണ്, അതേപോലെ ഫോൺ നമ്പരും മാൻഡറ്ററി ആണ്. സോ നമ്മളിപ്പോൾ ഈ പറയുന്ന ഫോൺ നമ്പറിൻ്റെ അവിടെ പോയിട്ട് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ ഈ ഒരു കേസിൽ ഇമെയിൽ ഐ ഡി അവിടെ അക്സെപ്റ്റ് ആകുകയില്ല. കാരണം എന്താണ്? ഈ ഒരു ഫീൽഡ് ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. ഇമെയിൽ ഐ ഡി കൊടുത്താൽ അവിടെ ഇൻവാലിഡ് ഇൻപുട്ട് എന്നൊരു ഔട്ട്പുട്ട് നമുക്ക് വരികയും ചെയ്യും, അല്ലെങ്കിൽ ഫോം സബ്മിറ്റ് ആവുകയും ചെയ്യുകയില്ല. അതിനുള്ള മെയിൻ കാരണം ദർ ഇസ് എ ഫോം വാലിഡേഷൻ. ഒരു വാലിഡേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വാലിഡേഷൻ ഉള്ളിടത്തോളം കാലം നമുക്കൊരു ഫോൾസ് ഡാറ്റ അല്ലെങ്കിൽ ഒരു അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലാത്തൊരു ഡാറ്റ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുകയില്ല.
ഇതാണ് ഈ പറയുന്ന വാലിഡേഷൻ്റെ മെയിൻ പർപ്പസ്. എന്നാൽ നമുക്ക് ഈ പറയുന്ന SQL ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ കമാൻഡ് ഇഞ്ചക്ഷൻ്റെ കേസിലൊക്കെ ഈ പറയുന്ന വാലിഡേഷൻ അവിടെ ഉണ്ടാവാം. പക്ഷേ ആ ഒരു വാലിഡേഷൻ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് എററോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി നമ്മുടെ ഇൻപുട്ടിനെ വാലിഡേറ്റ് ചെയ്യുകയില്ല. അറ്റാക്കർ ഇൻജക്റ്റ് ചെയ്യുന്ന എന്ത് ഇൻപുട്ടും അവരവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് സെർവറിലേക്ക് സെൻഡ് ചെയ്യും. പിന്നീട് ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ ഇൻപുട്ട് സെർവർ അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ പോയിട്ട് എക്സിക്യൂട്ട് ആവും. ഇങ്ങനെയാണ് നമുക്കൊരു അറ്റാക്ക് അവിടെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ നമുക്ക് ഈ ഒരു കേസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ഫോം വാലിഡേഷൻ അവിടെ വേണം. സോ ഇപ്പോൾ നോക്കൂ, ഇവിടെ കമാൻഡേഷൻ ഇസ് എ ക്രിട്ടിക്കൽ സെക്യൂരിറ്റി വൾനറബിലിറ്റി ദാറ്റ് ഒക്കേഴ്സ് വെൻ ആൻ ആപ്ലിക്കേഷൻ പാസസ് അൺസേഫ് യൂസർ സപ്ലൈഡ് ഡാറ്റ ടു എ സിസ്റ്റം ഷെൽ. സോ എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ, ഇപ്പോൾ ഇവിടെ ഒരു കമാൻഡ് ഇഞ്ചക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ കമാൻഡ് ഇഞ്ചക്ഷനിൽ എന്താണ് കമാൻഡ് എന്ന് പറയുന്നത്? നമുക്ക് LS കമാൻഡിനെ കുറിച്ച് അറിയാം. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് നമ്മളുടെ ഫസ്റ്റ് സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലിനക്സ് കമാൻഡ്സിനെ കുറിച്ച്. അതേപോലെ നമുക്ക് CD കമാൻഡ്, അതേപോലെ RM കമാൻഡ്. സോ ഇങ്ങനെ പല ലിനക്സ് കമാൻഡ്സിനെ കുറിച്ച് നമുക്കറിയാം. സോ ഈ കമാൻഡ്സ് എല്ലാം ഇൻ കേസ് ഈ പറയുന്ന സെർച്ച് ബാറിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു വിചാരിക്കുക LS കമാൻഡ്. സോ LS കമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ലിസ്റ്റ് ചെയ്യുക. നമ്മളുടെ ഫയൽസോ അല്ലെങ്കിൽ നമ്മളുടെ ഡയറക്ടറീസോ എല്ലാം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ LS കമാൻഡ് ഉപയോഗിക്കുന്നത്. സോ ഈ LS കമാൻഡ് ഇൻജക്റ്റ് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻജക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഇൻപുട്ട് ഫീൽഡിലാണ്. ഈ ഇൻപുട്ട് ഫീൽഡിൽ മാത്രമല്ല പല ഏരിയാസിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ടാണ് ഇപ്പോൾ ഇൻപുട്ട് ഫീൽഡ് പറയുന്നത്. സോ ഈ പറയുന്ന ഡാറ്റ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്പോൾ കൊടുത്ത LS കമാൻഡ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ LS കമാൻഡ് റൺ ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മൾ പ്രീവിയസ്ലി ഷൂ സെലക്ട് ചെയ്തപ്പോഴത്തേന് അല്ലെങ്കിൽ ഷൂ സെർച്ച് ചെയ്തപ്പോഴത്തേന് ഇത് നേരെ സെർവറിലോട്ട് പോയിട്ടാണ് നമുക്ക് ഡാറ്റ അവിടെ റിട്ടേൺ വന്നത്. സോ ഈ പറയുന്ന LS കമാൻഡ് നേരെ ഡാറ്റാബേസിലോട്ട് പോകും. സോ ഈ LS കമാൻഡ് അവിടെ പോയി എക്സിക്യൂട്ട് ആകും. LS ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫയൽസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടറീസ് ഇതെല്ലാം ലിസ്റ്റ് ആവും. സോ സെർവറിലുള്ള എല്ലാ ഡാറ്റയും നമുക്കവിടെ ലിസ്റ്റായി കാണാൻ പറ്റും. ഓക്കെ, സോ ഇതല്ലെങ്കിൽ മറ്റൊരു കേസ് എന്ന് വെച്ചാൽ ടച്ച് കമാൻഡ്. ടച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു ഫയൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് mkdir കൊടുത്ത് ഒരു ഡയറക്ടറി അവിടെ മേക്ക് ചെയ്യാം. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് അവിടെ നമുക്ക് പുതിയ ഡാറ്റ ആഡ് ചെയ്യാനെല്ലാം പറ്റും. അതേപോലെ സിസ്റ്റം ഫയൽസിനെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ ഡാറ്റ നമുക്ക് അവിടെ റീഡ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് കമാൻഡ് ഇഞ്ചക്ഷൻ്റെ പ്രോബ്ലംസ്. സോ ഈ പറയുന്ന കമാൻഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു സീരിയസ് വൾനറബിലിറ്റി തന്നെയാണ്. നമ്മൾ പ്രോപ്പർ വാലിഡേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഈ കമാൻഡ് ഇഞ്ചക്ഷൻ അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. സോ ഈ ഒരു കേസിൽ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നത് എന്താണ് കമാൻഡ് ഇഞ്ചക്ഷൻ എന്ന്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ മെഷീനിലാണ്, അതായത് നമ്മളുടെ സെർവർ OSലാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യേണ്ട ഡാറ്റ ഈ ആപ്ലിക്കേഷൻ ഇഷ്യൂ കാരണം ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്ത് അത് സെർവറിൽ പോയി എക്സിക്യൂട്ടായി അവിടുന്ന് റിസൾട്ട് നമുക്ക് വരും. ഇതാണ് കമാൻഡ് ഇഞ്ചക്ഷൻ. ഇവിടെ ഇതെങ്ങനെ സംഭവിക്കുന്ന ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദിസ് വൾനറബിലിറ്റി ടിപ്പിക്കലി എക്സിസ്റ്റ് വെൻ ആപ്ലിക്കേഷൻ യൂസേഴ്സ് ഫങ്ഷൻസ് ഡിസൈൻ ടു എക്സിക്യൂട്ട് സിസ്റ്റം കമാൻഡ്സ്. സോ ഈ ഒരു കേസിൽ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. സോ ഈ ഫങ്ഷൻസ് ഒക്കെ ഒരുപക്ഷെ നമ്മളുടെ ഇൻപുട്ട് ഫീൽഡിലൂടെ പാസ് ചെയ്ത് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഔട്ട്പുട്ട്സ് ആയിരിക്കും അവിടെ സംഭവിക്കുക. ഒരുപക്ഷെ നമ്മുടെ ഡാറ്റ തന്നെ കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്യാൻ വരെ പറ്റുന്ന കമാൻഡ്സുകൾ ഇമ്പോർട്ട് ചെയ്യാൻ അറ്റാക്കറിന് പറ്റും. സോ ഇവിടെ ഒരു കേസ് എന്ന് വെച്ചാൽ മിക്കപ്പോഴും കേസുകളിലും ഈ ഒരു വാലിഡേഷൻ, അതായത് ഫോം വാലിഡേഷൻ നടക്കാറുണ്ട്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വാലിഡേഷൻ. സോ ഇത് ഓൾറെഡി അവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ചില പ്രോഗ്രാമിംഗ് മിസ്റ്റേക്സ് കാരണം അറ്റാക്കർക്ക്, ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് സെർച്ച് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് നെയിമാണ്. പ്രൊഡക്റ്റിൻ്റെ പേരാണ് വാച്ച്. ഈ വാച്ച് എന്നുള്ള കീവേഡ് ഞാൻ കൊടുക്കുമ്പോൾ തന്നെ ആ കൂടെ ഞാൻ ആൻഡ് സിമ്പൽ കൊടുത്തിട്ട് LS കൊടുക്കുകയാണ്. സോ ഇവിടെ വാച്ച് എന്നുള്ള വാക്ക് അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ കൂടെ ആൻഡ് സിമ്പിളൂടെ ആഡ് ചെയ്ത് മറ്റൊരു കമാൻഡ് കൂടെ ഞാൻ ആഡ് ചെയ്തു.
ഇപ്പോൾ ഈ ഒരു ഓൾറെഡി ഫോം വാലിഡേഷൻ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിനെ അവർക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത് ബൈപ്പാസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ പൈപ്പ് സിമ്പിൾ എന്ന് വെച്ചാൽ ഓർ എന്നാണ് അതിൻ്റെ മീനിങ്, ഓർ. സോ നമുക്ക് ഒരു പക്ഷേ ഇവിടെ ആൻഡ് കൊടുക്കുമ്പോൾ ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്യും. ഓർ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന വാച്ച് എന്നുള്ള വാക്കിന് പകരം അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സി ഡി കമാൻഡ് ആയിരിക്കും. സോ ഇങ്ങനെ പല കേസുകളോടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ കമാൻഡ് ഇൻജക്ഷൻ 2 ടൈപ്സ് ഉണ്ട്, ഇൻബാൻഡ് ആൻഡ് ബ്ലൈൻഡ് കമാൻഡ് ഇൻജക്ഷൻ. സോ നമ്മൾ എന്താണ് ഇൻബാൻഡ്, എന്താണ് ബ്ലൈൻഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അറ്റാക്കർ സീസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഇൻജുറിഡ് കമാൻഡ് ഡയറക്ട്ലി ഇൻ ദ ആപ്ലിക്കേഷൻ റെസ്പോൺസ്. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വെബ്സൈറ്റിൽ നിങ്ങളിപ്പോൾ പോയിട്ട് ഒരു സെർച്ച് ബാറിൽ പോയി നിങ്ങളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുകയാണ്. സോ പ്രീവിയസ് എക്സാമ്പിൾ പോലെ ഞാൻ ഷൂ ആണ് സെർച്ച് ചെയ്യുന്നത്. ഈ ഷൂ സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് ഇവിടെ കിട്ടാറില്ലേ? ഷൂവിൻ്റെ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പ്രൈസ് തുടങ്ങിയ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇതാണ് ഫസ്റ്റ് കേസ്. സോ ഇവിടെ ഞാനിപ്പോൾ LS കമാൻഡാണ് സെർച്ച് ചെയ്യുന്നതെങ്കിലോ ആ ഒരു മെഷീനിലുള്ള എല്ലാ ഫയൽസും ഇവിടെ ഡിസ്പ്ലേ ആയി വരും. സോ അതായത് അറ്റാക്കർ ഇൻജെക്റ്റ് ചെയ്ത കമാൻഡ്സിൻ്റെ ഔട്ട്പുട്ട് എവിടെ വന്നു? അവർ ഇൻപുട്ട് കൊടുത്ത അതേ പ്ലേസിൽ തന്നെ ആ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇതിനെയാണ് ഇൻബാൻഡ് കമാൻഡ് ഇൻജക്ഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ കൊടുത്ത ഇൻപുട്ട് എവിടെയാണോ അവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. അതായത് സെയിം ചാനൽ തന്നെയാണ് നമുക്ക് റിസൾട്ട് വന്നത്. ഓക്കെ, സോ അതാണ് ഇതിനെ ഇൻബാൻഡ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ബ്ലൈൻഡ് കമാൻഡ് ഇൻജക്ഷൻ ആണെങ്കിലോ, ദ ആപ്ലിക്കേഷൻ ഡസ് നോട്ട് റിട്ടേൺ ദ കമാൻഡ് ഔട്ട്പുട്ട്, അറ്റാക്കർ മസ്റ്റ് യൂസ് ടൈം ഡിലേസ് ടെക്നിക്സ്. സോ എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ കമാൻഡ് ഇൻജക്ഷൻ വർക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മളിപ്പോൾ കൊടുക്കുന്ന LS കമാൻഡോ അല്ലെങ്കിൽ CD കമാൻഡോ ഒന്നും അവിടെ വർക്ക് ആവണമെന്നില്ല. സോ LS കമാൻഡിൻ്റെ ഔട്ട്പുട്ട് അവിടെ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ അത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. സോ ഇൻ കേസ് അവിടെ വൾനറബിലിറ്റി ഉണ്ട്, ഓക്കെ, വൾനറബിലിറ്റി എക്സിസ്റ്റിംഗ് ആണ്, പക്ഷെ നമുക്ക് അവിടെ ഔട്ട്പുട്ട് വന്നിട്ടില്ല, നോ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഈ ഒരു കേസ് നമുക്ക് ഒരിക്കലും അവിടെ വൾനറബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ആക്കാൻ പറ്റുകയില്ല. ഓക്കെ, സോ ഇതാണ് ഒരു കേസ്. സോ അപ്പോഴത്തെ കേസിൽ അറ്റാക്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറ്റാക്കർ അവിടെ ടൈം ഡിലേ സെറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഇൻപുട്ട് ഫീൽഡിലേക്ക് അറ്റാക്കർ ചെയ്യുന്നത് സ്ലീപ്പ് 5 എന്ന് വെച്ചാൽ 5 സെക്കൻഡ്സ് അല്ലെങ്കിൽ 5 മില്ലി സെക്കൻഡ്സ് ഒക്കെ മെഷീൻ സ്ലീപ്പ് ചെയ്യാനാണ്. സോ ഈ ഒരു സ്ലീപ്പ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോർമലി നമുക്ക് ഔട്ട്പുട്ടൊന്നും വരില്ല, അതായത് നോ ഔട്ട്പുട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, സോ ഔട്ട്പുട്ടൊന്നും വരില്ലെങ്കിൽ കൂടി ഈ പറയുന്ന ഡിലേ അവിടെ സംഭവിക്കും. അതായത് നമുക്ക് ഔട്ട്പുട്ടൊന്നും വരുന്നില്ല, പക്ഷേ 5 സെക്കൻഡ്സ് മെഷീൻ ഡിലേ ഉണ്ടാകും. സോ മെഷീൻ നമ്മളിപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് റീലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാൽ 5 സെക്കൻഡ് ഡിലേ ഉള്ള കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിലോ മെഷീൻ ലോഡിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നീടായിരിക്കും നമുക്ക് റിസൾട്ട് വരിക. സോ അറ്റാക്കർക്ക് മനസ്സിലാവും ഇവിടെ ആ ഒരു സ്ലീപ്പ് കമാൻഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അങ്ങനെ കമാൻഡേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറ്റാക്കർക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇതാണ് ബ്ലൈൻഡ് കമാൻഡ് ഇൻജക്ഷൻ. അതല്ലെങ്കിൽ ഇതിനെ ഔട്ട് ഓഫ് ബാൻഡ് എന്ന് പറയാറുണ്ട്. കാരണം സെയിം കമ്മ്യൂണിക്കേഷൻ ചാനലിൽ നമുക്ക് റിസൾട്ട് വരുന്നില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. സോ ഇപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം തിയറിറ്റിക്കൽ കണ്ടൻസ് ആണ്. ഇതിൻ്റെ എല്ലാം പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നടത്തുവാനുണ്ട്. സോ അതേപോലെ മറ്റൊരു കേസ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്? സോ എന്തുകൊണ്ടുണ്ടാകുന്നത് വെച്ചാൽ മെയിൻ കാരണമാണ് നോ പ്രോപ്പർ വാലിഡേഷൻ. ഇതാണ് മെയിൻ പർപ്പസ്. സോ നമുക്ക് ഇതാണ് മെയിൻ കാരണം, ഒരു പ്രോപ്പർ വാലിഡേഷൻ അവിടെ നടക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്കിപ്പോൾ ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. നമുക്ക് എല്ലാം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഇപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കോൾസ്, നമുക്കിപ്പോൾ വരുന്ന കോൾസ് ആരുടെയൊക്കെ നമ്പറിൽ വരുമെന്ന് നമുക്കറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ നമ്പറുകളും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. സോ സ്ഥിരമായി ഒരാൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ മാത്രം ബ്ലോക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണ് നമുക്കൊരു ധാരണയില്ലെങ്കിൽ നമുക്ക് എല്ലാ നമ്പറും പിടിച്ച് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിളിക്കേണ്ട ആൾക്കാരുടെ നമ്പർ മാത്രം വൈറ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ വൈറ്റ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 100 കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ 100 കോൺടാക്ട്സിന് മാത്രമേ നമുക്ക് കോൾ വരികയുള്ളൂ.
സോ അതായത് പുതിയൊരാളുടെ കോൾ വന്നാൽ അതിനെ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യും. ഇതിനാണ് വൈൽഡ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന കമാൻഡ് ലിസ്റ്റിൽ നിന്ന് മെഷീനെ രക്ഷിക്കാൻ പറ്റുന്നത്. ഇത് കൂടാതെ പലതരത്തിലുള്ള മിറ്റിഗേഷൻസ് ഉണ്ട്. നമ്മളിതെല്ലാം ഡീറ്റെയിലായിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഈ കമാൻഡ് ഇൻജക്ഷൻ നടത്താവുന്നതാണ്. സോ നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ DVW തന്നെ ആയിരിക്കും. അപ്പോഴും ആ ഒരു മെഷീനിൽ നമുക്ക് പലതരത്തിലുള്ള സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവും. അതായത് ലോ ലെവൽ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവും, ഹൈ ഉണ്ടാവും, അതേപോലെ മീഡിയം, അങ്ങനെ പലതരത്തിലുള്ള സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവും. സോ നമ്മളിതെല്ലാം കവർ ചെയ്തിട്ട് എങ്ങനെയാണ് ഓരോ കേസിലും നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് പഠിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.